നമസ്കാരം. ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള സ്വാമിമാരും ദുർമന്ത്രവാദങ്ങളും സമാധിയും ഒക്കെ തന്നെ മലയാളികൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു മുട്ടസ്വാമി ഒരു കുരുന്നിൻ്റെ 2 വയസ്സുകാരിയുടെ മരണത്തിന് കാരണമായതായിട്ടുള്ള ഒരു ആരോപണമായി ഉയർന്നു കേൾക്കുന്നത്. അതിന് പിന്നാലെ പല നാറിയ കഥകളും ലഭിക്കുന്നുണ്ട്. അതായത് കുഞ്ഞിൻ്റെ അമ്മയായ ശ്രീതുവും അമ്മാവൻ ഹരികുമാറും നിഗൂഢ മനസ്സുള്ളവരാണെന്നും തൊട്ടടുത്ത മുറികളിൽ നിന്നും വീഡിയോ കോൾ ചെയ്ത് അവർ തമ്മിൽ പരസ്പരം പങ്കുവച്ചത് പുറത്തു പോലും പറയാൻ കഴിയാത്ത കാര്യങ്ങളാണെന്നുമുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പല സ്ത്രീകളുമായും ഹരികുമാറിന് വഴിവിട്ട ബന്ധമുണ്ടെന്നും സഹോദരിയുമായി അളവറ്റ ബന്ധത്തിന് ശ്രമം നടത്തിയെന്നുമുള്ള ആരോപണങ്ങളും ഇക്കൂട്ടത്തിൽ തന്നെ ഉയർന്നു കേൾക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു സ്വാമിയുടെ വിവരം പുറത്തു വരുന്നത്. മറ്റാരുമല്ല, കരിക്കകം സ്വദേശിയായ ശംഖുമുഖം ദേവീദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സാമ്പത്തിക ബാധ്യത ഒട്ടനവധി ഉണ്ടായ കുടുംബത്തിന് പലതരത്തിലുള്ള ഉപദേശങ്ങൾ നൽകി വഴിതെറ്റിച്ചത് ഈ മന്ത്രവാദിയായിരുന്നു എന്നുള്ള ആരോപണമാണ് ബലപ്പെടുന്നത്. പ്രദീപൻ എന്ന പേരിൽ നേരത്തെ ആ പ്രദേശത്ത് മുട്ടക്കച്ചവടം നടത്തിയ ആൾ പെട്ടെന്നൊരു ദിവസം മന്ത്രവാദത്തിലേക്കും പൂജയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും മാറി. ഇതിന് പിന്നാലെ ലഭിക്കുന്ന 30 ലക്ഷത്തിൻ്റെ ഒരു വലിയ തട്ടിപ്പ് കഥ കൂടിയാണ് ചുരുളഴിയുന്നത്. ശ്രീതു ആകട്ടെ ഇയാളുടെ കൂടെ പല മന്ത്രവാദങ്ങളിലും സഹായിയായി പോയിരുന്നു. രാത്രി വൈകിയും പലയിടത്തും മന്ത്രവാദങ്ങൾ നടന്നതായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നാണ് മരണപ്പെട്ട ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീതു മൊഴി നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് തലേ ദിവസം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത ഒരു മൊഴിയാണ് പോലീസിന് നൽകിയത്. ശേഷം എഴുതി തയ്യാറാക്കിയ പരാതിയുമായി വരാൻ പോലീസ് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഈ കൊലപാതകം പോലും നടത്തിയിരിക്കുന്നത്. നിലവിൽ ജ്യോത്സ്യൻ ശംഖുമുഖം ദേവീദാസനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ 7 വർഷത്തോളമായി കരിക്കകത്ത് ഒരു ആശ്രമം നടത്തുകയായിരുന്നു ഇയാളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടത്തു നിന്നായി ഒട്ടനവധി ആളുകൾ പലതരം പൂജകൾ ചെയ്യാൻ ഇവിടെ എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കരിക്കകത്തുള്ള മൂകാംബിക മഠത്തിലെ ആചാര്യൻ ശംഖുമുഖം ദേവീദാസനാകുന്നതിന് മുൻപ് ഇയാൾ ഒരു പാരൽ കോളേജ് അധ്യാപകനായിരുന്നു. പ്രദീപ് കുമാർ എന്നായിരുന്നു അന്ന് പേര്. ശേഷം SP കുമാർ എന്ന് പേര് മാറ്റി കാഥികനായി മാറി. അതിലും ക്ലച്ച് പിടിക്കുന്നില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പലചരക്ക് കട ആരംഭിച്ചു. ഇടക്കാലത്താകട്ടെ മുട്ടക്കച്ചവടവും തുടങ്ങി. പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ദേവീദാസൻ എന്ന മന്ത്രവാദിയായി മാറുന്നത്. മുട്ടസ്വാമി എന്ന പേരിലും ഇയാൾ പലയിടത്തും അറിയപ്പെട്ടു. അങ്ങനെയാണ് ഈ പേര് വീണത്. ഇയാളുടെ വീട്ടിലടക്കം പലതരത്തിലുള്ള പരിഹാരങ്ങൾ തേടി നിരവധി ആളുകൾ എത്തുമായിരുന്നു. ഇയാൾ ഏറ്റവും അധികം സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് കർക്കിടകത്തിലെ ഗ്രഹയുദ്ധത്തിലായിരുന്നു. പല യൂട്യൂബ് ചാനലുകളിലൂടെയും പലതരത്തിലുള്ള ആത്മീയ വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അതിലൂടെ തന്നെയാണ് പരമാവധി ആളുകളിലേക്ക് ഇയാളുടെ ലക്ഷ്യമെത്തിക്കുന്നത്. തൊട്ടടുത്തുള്ള അയൽവാസികളുമായി പോലും ഒട്ടും അടുപ്പം പങ്കുവയ്ക്കാത്ത, അധികം ബന്ധമൊന്നുമില്ലാത്ത ഒരു പ്രകൃതക്കാരനാണ് ഇയാൾ. ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു എന്ന് നാട്ടുകാർക്ക് അറിയാമായിരുന്നു. പിന്നീട് മുട്ടക്കച്ചവടം നടത്തി എന്നുള്ളത് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത്. ആഭിചാരക്രിയയുടെ സാധ്യത ഉണ്ടോ എന്നാണ് പോലീസിന്റെ സംശയം. കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതുവിൻ്റെ ഗുരു കൂടിയാണ് ഈ ദേവീദാസൻ അഥവാ മുട്ടസ്വാമി. ഇതൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാനും ഈ കേസിൽ പങ്കുണ്ടെങ്കിൽ ഉറപ്പായും അഴിയെണ്ണിക്കാനും തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. 30 ലക്ഷം രൂപയാണ് ശ്രീതുവിൻ്റെ കയ്യിൽ നിന്നും വീട് വാങ്ങാനെന്ന പേരിൽ പല തവണകളായി ദേവീദാസൻ തട്ടിയെടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീതു നൽകിയ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശംഖുമുഖത്തെത്തി ഇയാളെ പിടികൂടിയത്. ഈ അടുത്തായി ശ്രീതുവും ഹരികുമാറും തലമുണ്ടനം ചെയ്തത് നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാമായിരുന്നു. നാട്ടുകാർ പറയുന്നത് അനുസരിച്ച് ക്യാൻസർ ആണെന്നും അതിനുള്ള ചികിത്സ തേടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പേരിൽ പോലും പലരുമായി പണം തട്ടിയിരുന്നു ശ്രീതു. എന്നാൽ ഇവർ ശരിക്കും ഇത് ചെയ്തിരിക്കുന്നത് മന്ത്രവാദിയുടെ ഉപദേശപ്രകാരമായിരുന്നുവെന്നാണ് നിലവിൽ പോലീസ് സംശയിക്കുന്നത്. ശ്രീതു മതപഠന ക്ലാസ്സുകളിൽ പോയിരുന്നു. പോലീസിന് അതിനുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ജ്യോത്സ്യന്റെ സഹായിയായി കുറച്ചു കാലം ഹരികുമാറും പ്രവർത്തിച്ചു. പക്ഷേ ഇയാളുടെ സ്വഭാവം ശരിയല്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും പറഞ്ഞു വിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഈ ഹരികുമാർ. ഹരികുമാർ മറ്റൊരു ജോലിക്കും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സഹോദരിയുമായി അതിയായ ബന്ധമായിരുന്നു കാത്തു സൂക്ഷിച്ചത്. സഹോദരിയെ തന്നെ സ്വന്തമാക്കണമെന്ന ഒരു ചിന്തയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. അതിനുവേണ്ടി സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ പോലും
കൊലയ്ക്ക് കൊടുക്കാൻ സഹോദരിയുടെ കുഞ്ഞിനെ പോലും കൊലപ്പെടുത്താൻ തയ്യാറായി. ഇതുകൂടാതെ ഈ മന്ത്രവാദിക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതാണ് വിശദമായി പരിശോധിക്കുന്നത്. ശ്രീധുവിൻ്റെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതിനുള്ള മൂല കാരണം ഇയാൾ തന്നെയാണോ, ഈ ജ്യോത്സ്യൻ തന്നെയാണോ എന്നുള്ളതും കണ്ടെത്തുന്നു. ഇനി ഈ ബാധ്യത മാറാൻ വേണ്ടി ആഭിചാര ക്രിയകൾ അടക്കമുള്ള പൂജകളാണ് ഹരികുമാറിനെ ഈ ജ്യോത്സ്യൻ ഏർപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം ഒരാഴ്ച കാലം ദേവിദാസന്റെ അടുത്ത് ഹരികുമാർ ജോലി ചെയ്തു. പിന്നീട് അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ഹരികുമാറിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും വീട്ടിൽ പൂജ നടത്താൻ ദേവിദാസൻ എത്തി എന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ദേവേന്ദു ജനിച്ചതിന് ശേഷമാണ് കുടുംബത്തിന് കടബാധ്യത വന്നതായി ഹരികുമാർ തന്നെ വിശ്വസിച്ചു. ഇത് ഹരികുമാറിന്റെ മനസ്സിലേക്ക് വിശ്വസിപ്പിച്ചതാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. അങ്ങനെ ഈ കൃത്യത്തിലേക്ക് നയിച്ചതും ഈ ജ്യോത്സ്യനാണെന്നുള്ള അനുമാനത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. വൈരാഗ്യം തോന്നി തന്നെയാണ് ആ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞത് എന്നുള്ളത് പറയുന്നുണ്ട്. എന്താണ് ആ വൈരാഗ്യത്തിന്റെ കാരണം എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആ കാരണത്തിന്റെ ഉറവിടം തപ്പി ഇറങ്ങിയപ്പോഴാണ് ജ്യോത്സ്യനിലേക്ക് ഏറ്റവും ഒടുവിലെത്തുന്നത്. എങ്ങനെയാണ് ഈ കുടുംബത്തിന് ഇത്രയധികം കടബാധ്യത ഉണ്ടായത്, അതും ലക്ഷങ്ങളുടെ? അതിനുള്ള കാരണവും പോലീസിന്റെ അന്വേഷണത്തിലൂടെ തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ബാലരാമപുരം കോട്ടുകാൽക്കോണം വാറുവിളാകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു ആണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ശ്രീധുവിൻ്റെ അനുജനാണ് കൊല്ലപ്പെട്ട ദേവേന്ദുവിൻ്റെ അമ്മാവനാണ് ഹരികുമാർ. കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന് സംശയിക്കുന്നുവെന്ന് ഭർത്താവ് ശ്രീജിത്തും ഭർത്താവിൻ്റെ പിതാവും നിലവിൽ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. തന്നെ അനുസരിക്കുകയോ താൻ പറയുന്ന രീതിയിൽ ജീവിക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല ഭാര്യ. അവരുടെ ആഗ്രഹപ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരം എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഭാര്യയുടെ പല കാര്യങ്ങളും ദുരൂഹമാണെന്നും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണമെന്നുമാണ് പോലീസിനോട് ശ്രീജിത്തിന്റെ അഭ്യർത്ഥന. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ആരും അറിയാതെ എടുത്തുകൊണ്ട് പോയി കിണറ്റിലിട്ടെന്നാണ് പ്രതി നൽകിയ മൊഴി ഹരികുമാർ പറയുന്നത്. പക്ഷേ ഇതല്ല, ഇതിനപ്പുറത്തേക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഹരികുമാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് SP KS സുദർശൻ മാധ്യമങ്ങളോട് ഇപ്പോൾ പറയുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീധുവിനെ ഇതുവരെയും കുറ്റവിമുക്തയാക്കിയിട്ടില്ല. ഇതിൽ ശ്രീധുവിനും വ്യക്തമായ പങ്കുണ്ട്. ഇവർ തമ്മിൽ വാട്സപ്പിലൂടെ അയച്ച സന്ദേശങ്ങളും രാത്രിയുള്ള വീഡിയോ കോളുകളും ഇതൊക്കെ തന്നെയാണ് ഇതിനെ ഇപ്പോഴും ദുരൂഹമാക്കി നിർത്തുന്നത്, അത്രയധികം നാണം കെട്ട തലങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത.